ഇല്ലാത്ത അപകടങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിച്ച് കോടികളുടെ തട്ടിപ്പാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. അഭിഭാഷകരും പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഡോക്ടർമാരും ഉൾപ്പെടുന്ന വൻ സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നേടുന്ന ഉത്തരവിന്റെ മറവിൽ പോലീസ് ഒത്താശയിലാണ് തട്ടിപ്പ് നടക്കുന്നത്. 9 പോലീസ് ഉദ്യോഗസ്ഥരും 3 സർക്കാർ ഡോക്ടർമാരും ഒരു അഭിഭാഷകനും ഉൾപ്പെടെ 66 പ്രതികളാണ് ഇത് സംബന്ധിച്ച കേസിൽ നിലവിലുള്ളത്. നോക്കാം ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ. ഇൻഷുറൻസ് പരിരക്ഷയുള്ള വാഹനത്തിൽ നിന്നാണ് വീണ് അപകടമുണ്ടാകുന്നതെങ്കിലും നേരത്തെ കണ്ട വീഡിയോയിൽ ഇതുപോലെ അപകടമുണ്ടായാൽ അത് റോഡ് അപകടമായി കണക്ക് കൂട്ടില്ല. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുമില്ല. റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവായി മാത്രമേ അത് കണക്കാക്കപ്പെടൂ. ക്ലെയിം ലഭിക്കണമെങ്കിൽ ഇതുപോലെ വാഹനങ്ങൾ കൂട്ടിമുട്ടി അപകടങ്ങൾ ഉണ്ടാകണം, പരിക്കേൽക്കണം. അതിനു മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ. അതുകൊണ്ടാണ് അത്തരം അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, അതിനുവേണ്ടിയുള്ള വ്യാജരേഖകൾ നിർമ്മിക്കപ്പെടുന്നത്. നെയ്യാറ്റിൻകര മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിലാണ് ഇൻഷുറൻസ് കമ്പനികൾ തെളിവുകൾ സഹിതം ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രികളുടെ രേഖകളുടെ പിൻബലത്തിലാണ് കോടിക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് തട്ടിപ്പ്. വ്യാജ എഫ്ഐആറുകൾ തയ്യാറാക്കപ്പെടുന്നു, വ്യാജ സാക്ഷികളും മഹസർ സാക്ഷികളും സൃഷ്ടിക്കപ്പെടുന്നു. കോടതിയെപ്പോലും കബളിപ്പിച്ചുകൊണ്ടാണ് എഫ്ഐആർ ഇടുന്നതെന്നാണ് ഏറ്റവും ഗുരുതരമായ സംഗതി. കാട്ടാക്കട തൂങ്ങാമ്പാറ സ്വദേശി അഖിലിന് 2016 ഓഗസ്റ്റ് 9 ബൈക്കിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേൽക്കുന്നു. സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രേഖകളിൽ ബൈക്കിൽ നിന്ന് വീണതെന്ന് രേഖപ്പെടുത്തി. ഗുരുതര പരിക്കിനെ തുടർന്ന് അഖിലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ എത്തിയപ്പോൾ അത് രേഖകളിൽ റോഡ് ആക്സിഡന്റായി മാറി. മാസങ്ങൾക്കു ശേഷം കാട്ടാക്കട മജിസ്ട്രേറ്റ് കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു. കാട്ടാക്കട പോലീസ് എഫ്ഐആർ ഇട്ടു. കാട്ടാക്കട സതീഷ് കുമാർ ആയിരുന്നു അഖിലിന്റെ അഭിഭാഷകൻ. അപകടം നടന്ന കാട്ടാക്കട എഫ്ഐആറിൽ നെയ്യാറ്റിൻകരയായി മാറി. നെയ്യാറ്റിൻകരയിലൂടെ അഖിൽ നടന്നു പോകുമ്പോൾ KL01 AG 7333 എന്ന നമ്പറിലുള്ള ബൈക്ക് അഖിലിനെ ഇടിച്ചിട്ടെന്നായി കഥ. അഖിലിന്റെ അച്ഛന്റെ മൊഴി പോലീസ് എടുത്തു. പരാതി ശരിയെന്ന് സ്ഥാപിച്ചു. KL01 AG 7333 മംഗലത്തുകോണം സ്വദേശി ചന്ദ്രന്റെ പേരിലുള്ള വാഹനമാണ്. ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ്. ചന്ദ്രന്റെ വാഹനം മറ്റു 4 അപകട കേസുകളിൽ കൂടി ചേർത്തു. ആര്യങ്കോട് പോലീസ് ക്രൈം നമ്പർ 1224/17, പാറശാല ക്രൈം 76/17, കാട്ടാക്കട ക്രൈം 211/19, കാട്ടാക്കട ക്രൈം 596/19. ഇതിൽ 2 കേസുകളിൽ ചന്ദ്രൻ ഡ്രൈവറായിരുന്നു, അതായത് കേസിലെ പ്രതി. മറ്റു 2 കേസുകളിൽ ബൈക്കിന് പിന്നിൽ ഇരുന്നയാളായി. എല്ലാത്തിലും അഭിഭാഷകനായി കാട്ടാക്കട സതീഷ് കുമാർ തന്നെ. ബാലരാമപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത 1715/17 എന്ന കേസിൽ അപകടമുണ്ടാക്കിയ വാഹനമായി കാണിച്ചത് KL20J 4597. അഖിലിന്റെ കേസിൽ വാദിഭാഗം അഭിഭാഷകനായി വന്ന അതേ സതീഷ് കുമാറിന്റെ പേരിലുള്ള വാഹനം. ഈ കേസിൽ വാദിക്ക് വേണ്ടി ഹാജരായതും കാട്ടാക്കട സതീഷ് കുമാർ, അതായത് പ്രതിയും വാദിയുടെ അഭിഭാഷകനും ഒരാളെന്ന അപൂർവത. 2,40,000 രൂപയാണ് ഈ കേസിൽ ഇൻഷുറൻസ് തുകയായി തട്ടിയെടുത്തത്. മാറനല്ലൂർ ക്രൈം 502/17 ഹാജരാക്കിയത് സതീഷിന്റെ ബൈക്ക്. അതിൽ പ്രതിസ്ഥാനത്ത് വന്നത് സതീഷിന്റെ ജ്യേഷ്ഠന്റെ മകൻ വിപിൻ കുമാർ. മലയൻകീഴ് സ്വദേശി അജയ്കുമാറിന് അപകടം പറ്റിയെന്നായിരുന്നു ഈ കേസ്. ഇതേ അജയ്കുമാറിന്റെ മകൻ കിരണിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ ഉപയോഗിച്ചായിരുന്നു മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസ്. 22 വയസ്സ് മാത്രമുള്ള കിരണിന്റെ മെഡിക്കൽ രേഖകൾ 38-കാരനായ വിജയകുമാർ എന്നയാൾ അപകടത്തിൽപ്പെട്ടെന്നാക്കി. ക്രൈം നമ്പർ 501/17. ഇതുവരെ കണ്ടത് തിരുവനന്തപുരം ജില്ലയുടെ ഒരു പ്രദേശത്ത് മാത്രം നടന്ന തട്ടിപ്പുകളുടെ കഥയാണ്. ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ ഇടപാടും ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിക്കലുമാണ്. തിരുവനന്തപുരത്ത് നിന്നും VV അരുൺ, ന്യൂസ് 18. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണ്. സംസ്ഥാന വ്യാപകമായ തട്ടിപ്പാണ്. ഇതിൽ നമ്മൾ പരാമർശിച്ചു പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് നടന്ന ഒരു തട്ടിപ്പുകളുടെ കഥയാണ്. പക്ഷേ ഇതിന്റെ വ്യാപ്തി അതിലും വലുതാണ്. 2022 പുറത്തിറങ്ങിയ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമ, ആ സിനിമയുടെ ഇതിവൃത്തമായത് മോട്ടോർ വാഹന അപകട ഇൻഷുറൻസ് തട്ടിപ്പിന്റെ കഥ കൂടിയായിരുന്നു. അത് മുകുന്ദൻ ഉണ്ണി എന്ന അഭിഭാഷകനാണ് അതിൽ തട്ടിപ്പിന്റെ സൂത്രധാരൻ. പോലീസ് ഉദ്യോഗസ്ഥരും ആശുപത്രി ജീവനക്കാരും
ഇൻഷുറൻസ് കമ്പനി പ്രതിനിധികളുമൊക്കെ ഈ തട്ടിപ്പിന് സഹായം ചെയ്യുന്നുമുണ്ട്. ഇവിടെയും മറ്റൊരു അഭിഭാഷകൻ തന്നെയാണ് വില്ലനാവുന്നത്. കാട്ടാക്കട സ്വദേശി അഡ്വക്കേറ്റ് സതീഷ് കുമാർ എന്ന വ്യക്തിക്കെതിരെയാണ് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നത്. അയാളുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ കേസിൽ പ്രതികളാണ് എന്നതുകൂടിയാണ് പ്രത്യേകത. അഡ്വക്കേറ്റ് കാട്ടാക്കട സതീഷ് കുമാറിനെ ചുറ്റിപ്പറ്റിയാണ് ഇൻഷുറൻസ് തട്ടിപ്പെന്നാണ് പരാതി. സതീഷ് കുമാറിന്റെ പേരിലുള്ള വാഹനം ഒന്നിലേറെ കേസുകളിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇയാളുടെ അടുത്ത ബന്ധുക്കളും അവരുടെ വാഹനങ്ങളും കേസുകളുടെ ഭാഗമാണ്. സതീഷ് കുമാറിന്റെ ജ്യേഷ്ഠൻ വിജയകുമാറിന്റെ മകൻ പ്രതിയായ 502/17 നമ്പർ കേസിൽ ഉപയോഗിച്ചത് സതീഷിന്റെ വാഹനം. എന്നാൽ തട്ടിപ്പിനെ പറ്റി അറിയില്ലെന്നും സീനിയർ അഭിഭാഷകൻ കൈകാര്യം ചെയ്ത കേസുകൾ തന്റെ പേരിലായതാണെന്നും സതീഷ് കുമാർ. എന്റെ കേസല്ല അതെല്ലാം എന്റെ കേസൊന്നുമല്ല. ഞാൻ വാദിയായിട്ട് ഫയൽ ചെയ്തിട്ടുള്ള ഒരു കേസ്, അത് അവൻ 80% ഡിസബിലിറ്റിയിൽ ബെഡ്രിഡൻ ആണ്. എന്റെ ഓഫീസിലിരുന്ന സീനിയർ അഭിഭാഷകനാണ്. 80-84 വയസ്സായിട്ടുള്ള അഡ്വക്കേറ്റാണ്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് എന്നിൽ വക്കാലത്ത് വരുന്നത്. പക്ഷേ വക്കാലത്ത് വന്നത് ഏകദേശം എല്ലാ കേസും നമുക്ക് തോന്നിയിട്ടുള്ള കേസിൽ വാദി പ്രതികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്ത് സെറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. വിപിൻ കുമാറിന്റെ അച്ഛൻ വിജയകുമാർ പ്രതിയായി 7 വാദിയായി ഒരു കേസുമുണ്ട്. അവിടെ കൊണ്ടും തീരുന്നില്ല കേസുകളിലെ കുടുംബ ബന്ധം. വിജയകുമാറിന്റെ മകൾ വിജിയുടെ ഭർത്താവ് വിജോയ് എന്നിവർ വാദിയും പ്രതിയുമായൊക്കെ കേസുകളുണ്ട്. വിജിയുടെ കാറും വിജോയുടെ ബൈക്കുമൊക്കെ അപകടമുണ്ടാക്കിയ വാഹനങ്ങളായി രേഖകളിൽ മാറി. കുറ്റിച്ചേർ സ്വദേശി പൊന്നയ്യന്റെ മകൻ അശോകൻ പ്രതിയായി 4 കേസുകളും പരാതിക്കാരനായി ഒരു കേസുമുണ്ട്. അശോകന്റെ ഭാര്യ ബിന്ദുവാണ് മറ്റൊരു കേസിലെ പരാതിക്കാരി. അമ്പൂരി സ്വദേശി ഷീബയുടെ പേരിലുമുണ്ട് വാദിയായി 5 കേസുകൾ. വെള്ളനാട് സ്വദേശി ഹാരിസിന്റെ മകൻ അരുൺകുമാറാണ് മറ്റൊരു പ്രധാനി. പല കേസുകളിലും വാദിയായും പ്രതിയായും വാഹനോടമയായും ഒക്കെ അരുൺകുമാറിനെ കാണാം. പല കേസുകളിലെയും പ്രതികൾക്ക് ഒന്നിലധികം പേരുകളുണ്ട്. ഒരാളുടെ പേരിലുള്ള മെഡിക്കൽ രേഖകൾ മറ്റൊരാളുടെ പേരിലാക്കി ആൾമാറാട്ടം നടത്തിയും തട്ടിപ്പ് നടന്നതായി ഹർജിയിൽ ആരോപിക്കുന്നു. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇതാണ് തട്ടിപ്പിന്റെ കഥ. ഇൻഷുറൻസ് തട്ടിപ്പ് മുമ്പ് ഒരു കാലത്ത് സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടായി, പിന്നീട് ഇല്ലാതായി പോയ തട്ടിപ്പാണ്. പക്ഷേ ഇപ്പോഴും വൻ മാഫിയാണ് ഇതിന് പിന്നിൽ. അതായത് അഭിഭാഷകരും ഒപ്പം ഡോക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ അടങ്ങുന്ന ഒരു വൻ മാഫിയാണ് ഇത്തരം തട്ടിപ്പിന് പിന്നിൽ. ഇല്ലാത്ത അപകടങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അത് രേഖകളിൽ കൃത്രിമത്വം നടത്തി കോടതിയടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ഇൻഷുറൻസ് തുക, കോടികളുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നത് എന്നതാണ് സാഹചര്യം.